ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. മട്ടൻ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കിലോ മട്ടൻ കഴുകി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് നാളികേരം കൊത്തി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ സബോളയും ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മട്ടൻ കറിക്ക് ആവശ്യമായ പൊടികളാണ് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മുടെ പൊടികൾ. പിന്നെ ഇവിടെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇടാനായിട്ട് ഞാൻ കല്ലുപ്പാണ് ചേർക്കാറ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരമാവധി കല്ലുപ്പാണ് ചേർക്കാറ്. അപ്പോൾ കല്ലുപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം എല്ലാതും പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വാടി വരട്ടെ. ചതച്ച് വെച്ച ഉള്ളിലേക്ക് ഒന്നൊരു വാടിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വാടി വരണ വരയ്ക്ക് നമുക്ക് ഇളക്കി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള നല്ല പോലെ വാടിയതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തോളൂ കേട്ടോ. അപ്പോഴാണ് നമ്മൾ പുതിയ കറികളൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമ്മുടെ സബോളയൊക്കെ ഇതേ നന്നായി വാടിയിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അത് നല്ല പോലെ മൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഒന്ന് നന്നായി കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊന്നും പൊടികൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുമിച്ച് തന്നെയാണ് ഞാൻ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായി മൂത്ത് വരുന്ന വരയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാതും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ കഴുകി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി തിരുപ്പി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. മട്ടൻ എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നന്നായി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ മുളകൊക്കെ നന്നായി ഇതിലേക്ക് പിടിക്കട്ടെ കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് കുക്കറിലൊന്നല്ല കേട്ടോ വെക്കണത്. ഇവിടെ മോനെണ്ണ് ഇങ്ങനെ കുക്കറിലങ്ങനെ മട്ടണൊന്നും വെക്കണത് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ അടുപ്പിൽ തന്നെയാണ് എല്ലാതും ചെയ്യാറ്. ആ കൂടി ബീഫും പോർക്കൊക്കെ വെക്കുമ്പോഴേ കുക്കറിൽ വെക്കാറുള്ളൂ. മട്ടൻ ആൾക്ക് ഇഷ്ടമില്ല. മട്ടനും ചിക്കനൊന്നും കുക്കറിൽ വെക്കുന്നത് ഇഷ്ടമില്ല ആൾക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തീ കൂട്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. നമ്മുടെ മട്ടൻ കറി തിളച്ച് തുടങ്ങി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ പതുക്കേനെ വേണം ഇതൊക്കെ ഇളക്കി ഇങ്ങനെ കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൻ കറിയൊക്കെ എന്തായെന്നൊന്ന് നോക്കാനായിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ നേരത്തെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. അതുപോലെ മട്ടൻ വേവായിട്ടില്ല. മട്ടൻ ഇത്തിരി വേവുള്ള കാരണം കുറച്ചധികം നേരം പിടിക്കും. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. കറി എന്തായി നമുക്ക് വീണ്ടും നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടന്മാരൊക്കെ ആ മിളക് ചാറിലിങ്ങനെ കിടന്നിങ്ങനെ വെന്തൊരു കുഴഞ്ഞൊരു പരുവായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി.
അപ്പോൾ ഇതിൻ്റെ നമുക്കൊന്ന് ചാറൊക്കെ വറ്റി വരട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ മട്ടൻ എന്തോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വേവാണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മൂടി വെച്ച് കഴിക്കണം. ഇത് അടുപ്പിലായി കാരണം കുറച്ചധികം നേരം വരും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കുക്കറിൽ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കുക്കറിൽ വെക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ തന്നെ വെക്കുന്നത്. മട്ടൻ കറിയുടെ ചാറെല്ലാതും കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊന്ന് ചാറ് കുറുകണ വരയ്ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മൂടിയൊക്കെ തുറന്ന് വെച്ചേക്കാം ചാറൊന്ന് വറ്റി വരാനായിട്ട്. നമ്മുടെ മട്ടൻ കറിയുടെ ചാറെല്ലാതും കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫാക്കി. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മട്ടൻ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചോളൂ കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ.